അടിമാലിക്കാരൻ ഡേവിഡ് സഹോദര, ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ മൗലിക അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? ഒരാൾ സ്നാനപ്പെടണമോ വേണ്ടയോ? അതെങ്ങനെ സ്നാനപ്പെടണം? തളിച്ചു വേണോ? മുങ്ങി വേണോ? അത് വിശ്വസിച്ചിട്ട് വേണോ? വിശ്വസിക്കാതെ വേണോ? അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വേണോ? അത് യേശുവിൻ്റെ നാമത്തിൽ വേണോ? അതോ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വേണോ? അതോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണോ? ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തരുടെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? മാത്രമല്ല, എത്ര പ്രാവശ്യം സ്നാനം ഏൽക്കണമെന്നോ, അത് ആരുടെ കൈക്കീഴിൽ സ്നാനം ഏൽക്കണമെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽപ്പെട്ട കാര്യമല്ലേ? അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര പ്രാവശ്യം സ്നാനം കൊടുക്കണം എന്നൊക്കെയും ഒരു സ്നാപകൻ്റെ വ്യക്തിപരമായ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? ഇതിനകത്തൊക്കെ കൈ കടത്തുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സത്യവചന പ്രഘോഷകൻ അല്ലെങ്കിൽ പ്രചാരകൻ എന്ന നിലയിൽ ഇത് കണ്ടിട്ട് മൗനമായിരിക്കാൻ പറ്റത്തില്ല. പിന്നെ പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു മദ്യപാനിയുടെ ഭാര്യ ഭർത്താവിൻ്റെ അനുവാദം കൂടാതെ പോയി സ്നാനപ്പെട്ടു. അവൾ ആരോ പറഞ്ഞിങ്ങനെ ഭർത്താവ് ഇതറിഞ്ഞ് അവളെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇങ്ങനെ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞത് ശരിയാണോ? ഒരു മുക്കി മൂളിയൊക്കെ വാ ദേ, ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കുക, ഇനിമേലിൽ എന്നോട് ചോദിക്കാതെ ഇനി പോയി സ്നാനപ്പെടരുത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ചിരിച്ച അനേകരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചിരിക്കുമല്ല, ഇത് കേട്ട് കരയുന്നവരാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന കാലം. കാരണം അതൊരു കോമഡിയായി മാറിയ കാലം മാറി. എന്നാൽ സ്നാനം ഒന്നോ ഉള്ളെന്നുള്ള കാര്യം കള്ളുകൂടിയൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ചിരിച്ചത്. ഇപ്പം അതല്ല, ഇപ്പോഴത്തെ അവസ്ഥ മാറി. ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ളൊരു കാരണം, ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോയിൽ അതിൽ SVJ മിനിസ്ട്രീസിൻ്റെ പേരിലുള്ളൊരു കമൻറ്റ് വന്നിരുന്നു. ആ കമൻറ്റ് വരാനുള്ള കാരണം ഒരു പക്ഷേങ്കിൽ വേറിട്ട ചിന്തകൾ എന്നുള്ള ഈ വചന പഠന പരമ്പരയിലൂടെ അതിൻ്റെ സത്യവചനം വിളംബരം ചെയ്തപ്പോൾ അതിൽ നിന്ന് അവർക്കുണ്ടായ ആഘാതമോ വികാരമോ ആയിരിക്കാം അവരിതിലേക്ക് നയിച്ചത്. നമുക്ക് ആ കമൻറ്റ് ഒന്ന് കേൾക്കാം. എല്ലാവരെയും വേറിട്ട ചിന്തയുടെ ഈ 89ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. SVJ മിനിസ്ട്രിയുടെ ആ കമൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് പാസ്റ്റർ ഷാജി ജോസഫ് പാസ്റ്റർ തോമസ് അബ്രഹാമിനെ വീണ്ടും സ്നാനപ്പെടുത്തിയത്? അതൊരു ചോദ്യമായിട്ടിരിക്കുന്നു. മറുപടി അവർ തന്നെ പറയുന്നു, സ്നാനം ഒന്നേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ സന്ദേശത്തിൽ, അതായത് ദൈവരാജ്യ സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊണ്ടായിരിക്കണം എന്നാണ് യേശുവിൻ്റെ കൽപ്പന. ക്രിസ്തു ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകത്തിൽ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സന്ദേശവും പ്രവൃത്തിയും, അതായത് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ മെയിനായിട്ട് കൊണ്ടുവരുന്ന പോയിന്റ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിലും പ്രവൃത്തിയിലും വിശ്വസിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് താഴെ പറയുന്നു, പക്ഷെ തോമസ് എബ്രഹാം ആദ്യം സ്നാനപ്പെട്ടത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയും യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷത്തിലേക്കുമുള്ള വഴിയെ, അതായത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തെ ആസ്പദമാക്കി ഇത് പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് മാത്രമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തെ, അതായത് സ്വർഗസ്ഥനായ പിതാവ് മാനവരാശിക്ക് കൊടുക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ പക്കൽ ഏൽപ്പിച്ച സുവിശേഷം വിശ്വസിച്ചല്ലായിരുന്നു. അതായത് അവർ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ്? അതായത് താൻ ആദ്യമേറ്റ സ്നാനത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയും 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം, അതായത് രാജ്യത്തിൻ്റെ സുവിശേഷം വിശ്വസിച്ചു കൊണ്ടല്ലായിരുന്നു എന്ന് ചുരുക്കം. ഇപ്പോൾ വീണ്ടും പറയുന്നു, യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച തൻ്റെ സുവിശേഷ സന്ദേശം ദൈവരാജ്യ സുവിശേഷം എന്നുള്ളത് പാസ്റ്റർ ഷാജി ജോസഫിലൂടെ മാത്രമാണ് താൻ അറിഞ്ഞിരുന്നത്. ദൈവരാജ്യ സുവിശേഷം എന്നാണെന്ന് പാസ്റ്ററിന് അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം കേട്ടിട്ടുമില്ലായിരുന്നു. ആർക്ക്?
തോമസ് അബ്രഹാം എന്ന് പറയുന്ന പാസ്റ്റർ ഇത് കേട്ടിട്ടില്ലായിരുന്നു, എനിക്ക് അറിയുകയുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച ഈ സുവിശേഷ സന്ദേശം, അതായത് പാസ്റ്റർ ഷാജി ജോസഫിലൂടെയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് താൻ അതിൽ വിശ്വസിച്ചത്. ഈ സുവിശേഷ സന്ദേശം, അതായത് ദൈവരാജ്യം സംബന്ധിച്ചുള്ള സുവിശേഷം വിശ്വസിച്ചാണ് സ്നാനപ്പെടേണ്ടതെന്ന് ക്രിസ്തുവിൻ്റെ കൽപ്പന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ കുറ്റബോധമുണ്ടാക്കി. അതായത് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് അത് വിശ്വസിച്ചിട്ട് വേണം സ്നാനമേൽക്കണമെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ അത് ഷാജി ജോസഫ് പാസ്റ്ററിലൂടെയാണ് അത് കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസമില്ലാതെ സ്നാനമേറ്റതിൽ തനിക്ക് കുറ്റബോധം തോന്നുന്നു എന്നാണ് താൻ പറയുന്നത്. അപ്രകാരം അദ്ദേഹം വീണ്ടും സ്നാനപ്പെടുത്തുവാൻ ഷാജി ജോസഫ് പാസ്റ്ററോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഷാജി ജോസഫ് പാസ്റ്റർ 3.5 വർഷത്തെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമായ രാജ്യത്തിൻ്റെ സുവിശേഷം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്നാനമേൽപ്പിച്ചു എന്നാണ് ഇദ്ദേഹം ഇവിടെ കമൻറ്റിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഞാൻ ഈ വിഷയ സംബന്ധമായി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചിലരൊക്കെയും കമൻറ്റ് ചെയ്തിരുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ. മാത്രമല്ല അതിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ച എൻ്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല എന്ന് താൻ സ്വയമായി തന്നെ പരിചയപ്പെടുത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഞാനതിന് കമൻറ്റിലൂടെ 2-3 വാക്കുകളിലൂടെ മറുപടി കൊടുത്തു. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായ ഒരു മറുപടി കൊടുത്തെങ്കിലേ ഇനിയുള്ള ആളുകൾക്ക് സത്യമെന്തെന്ന് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു തമാശയിൽ മദ്യപാനിയായ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത്, സ്നാനപ്പെട്ടത് പെട്ടു, ഇനി എന്നോട് ചോദിക്കാതെ നീ പോയി സ്നാനപ്പെടരുതെന്ന് ഭാര്യയ്ക്ക് വാണിംഗ് കൊടുത്തതുപോലെ ഞാൻ പറയുന്നു, പെട്ടത് പെട്ടു, ഇനി ഇതൊന്ന് കേൾക്കാതെ പോയി വെറുതെ അബദ്ധത്തിനകത്ത് വീഴരുത്. വചനത്തിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് തുറന്നു കാണിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പലയിടത്തും പറയുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച്. വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ച് നോക്കണം. ക്രൈസ്തവ സമൂഹത്തിലെ പല ഉപദേശവും സ്ഥാപിക്കാനായിട്ട് അപ്പോസ്തലന്മാർ ചെയ്തു വന്ന പ്രവർത്തനങ്ങളെ ആധാരമാക്കി ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. അതായത് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന സ്നാനമൊക്കെയും യേശുവിൻ്റെ നാമത്തിലാണെന്ന് പറഞ്ഞ് അതൊരു ഉപദേശമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ ഞാൻ മുൻപ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുവാൻ എൻ്റെ ഉള്ളിൽ വളരെ ഒരു ആകാംക്ഷയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുന്നത് ഇങ്ങനെയാണ്, തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയതും സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരുന്നു. അത് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചും കൊടുത്തു. ഇവിടെ ഗ്രന്ഥകാരൻ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ യേശുവിൻ്റെ പ്രവൃത്തിയെ 2 ചരിത്രമായിട്ട് വിഭജിക്കുകയാണ്. ഒന്നാമത്തേത് യേശു ഇവിടെ വന്ന് പരിശുദ്ധാത്മാവിനാൽ നിറവോടെ പറഞ്ഞതും ചെയ്തതും അത് സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ചരിത്രം തീർക്കുകയാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് വേണം അപ്പോസ്തല പ്രവൃത്തിയിലെ പല കാര്യങ്ങളും നമ്മൾ ആധാരമായി എടുക്കാൻ. അതൊന്നും തെറ്റാണെന്നോ വിരുദ്ധമാണെന്നോ ചിലരൊക്കെ പഠിപ്പിക്കും പോലെ ഇതിനകത്തുള്ള ചില ലേഖനങ്ങളൊക്കെ നമുക്കുള്ളത്, ബാക്കിയുള്ളത് യഹൂദന്മാർക്കാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു രീതിയോടല്ല ഞാൻ യോജിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ താൻ പറയുന്നു സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ ഒന്നാമത്തെ ചരിത്രം, അതുവരെ യേശു ഇവിടെ എന്താണ് ചെയ്തത്, എന്താണ് പ്രവർത്തിച്ചത്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞുവല്ലോ. എന്നെ ഒരാൾ വിളിച്ചിട്ട് ഞങ്ങളുടെ സഭയെ ഭിന്നിപ്പിക്കരുത്, കലഹിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരികയാണ്. യേശു അവിടെ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടല്ലോ ദൈവരാജ്യം പ്രസംഗിക്കാൻ.
എൻ്റെ പൊന്നെ, അദ്ദേഹം എൻ്റെ വീഡിയോ കണ്ടില്ല, ആരോ പറഞ്ഞു കേട്ടു എന്നുള്ള അർത്ഥത്തിൽ എന്നെ വിളിച്ചതാണ്. ഞാൻ ഫോൺ നമ്പറും കൊടുത്തു. ആരോ ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ നമ്പർ ഇന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലും യൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് ദൈവരാജ്യം പ്രസംഗിക്കാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, ശ്രോതാക്കൾ ആരായിരിക്കണമെന്നും യേശു പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ ജനമായിരിക്കണം. ശമര്യർക്കത് കേൾക്കേണ്ട കാര്യമില്ല, ശമര്യരത് കേൾക്കുകയും വേണ്ട. എന്നാൽ അതിനുശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, അതായത് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറയുമ്പോൾ, ഈ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ യെരൂശലേമിലും പോകണം, യഹൂദിയിലും പോകണം, എല്ലായിടത്തും പോകണം, ശമര്യയിലും പോകണം, ഭൂമിയുടെ അറ്റത്തോളം പോകണം, ആരെയും ഒഴിവാക്കണ്ട. കാരണം മറ്റൊന്നുമല്ല, അത് രാജ്യത്തിൻ്റെ സുവിശേഷം. അതാരാണോ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, ആരാണോ രാജ്യം ഭരിക്കാനുള്ള മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ആർക്കാണോ ഒരു മശിഹയെ വാഗ്ദത്തം ചെയ്തത്, അവർ കാത്തിരിക്കട്ടെ. അത് അവർക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളത് കൃപയുടെ രക്ഷയുടെ സുവിശേഷം. വളരെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ദൈവരാജ്യമല്ല. കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നു, ദൈവരാജ്യമല്ല. സമാധാനത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു, ദൈവരാജ്യമല്ല. ദൈവരാജ്യം യഹൂദന്മാർക്കുള്ളതാണ്. അതെപ്പോഴാണ് പ്രസംഗിക്കുന്നതെന്ന് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് ഇടുന്ന കൂട്ടത്തിൽ ഞാൻ അതിട്ടോളാം. ഇപ്പോൾ ഞാൻ കൂട്ടിക്കലർത്തുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം. ഇപ്പോൾ യഹൂദന്മാർക്കുള്ള സമയമല്ല, അവരുടെ വഴി അടച്ചിട്ട് ജാതികൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെയും ഇത് എടുക്കാനും പ്രസംഗിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനും ദൈവ മക്കളെന്നും ദൈവദാസന്മാരെന്നൊക്കെ അവകാശം ഉന്നയിക്കാനും നമുക്ക് പദവി ലഭിച്ചത്. അവരെ ഒന്ന് മാറ്റി നിർത്തിയത് കൊണ്ടല്ലേ? ഇനി നമ്മളെ പയ്യെ നടച്ച് മാറ്റി നിർത്തിട്ട് അവരെ വിളിച്ച് അവരോട് ഇടപെടുന്നൊരു കാലമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ ചരിത്രത്തോടുള്ള ബന്ധത്തിലാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായല്ലോ. അതുമാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഫിലിപ്പോസ് അവിടെ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്ക് സ്പഷ്ടമായിട്ടൊന്ന് വായിക്കാം. ഇങ്ങനെയാണ്: എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. ഇവിടെ ഫിലിപ്പോസിനെ പരിചയപ്പെടുത്തുന്നതാണ് എന്തൊന്നാണ്? യേശുക്രിസ്തുവിനെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ്. അപ്പോഴും പറഞ്ഞെന്ന് കൂട്ടിക്കോ. അവിടെ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, അതായത് AD 53-54 കാലഘട്ടങ്ങളിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന പശ്ചാത്തലത്തിൽ സ്വർഗത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിക്കുമ്പോഴാണ് പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാകുന്നത്. അതിന് കാരണം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കിനി അറിയിക്കേണ്ടത് എന്താണെന്ന് എന്നിൽ നിന്ന് അവനെടുത്ത് നിങ്ങൾക്ക് തരും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം വായിക്കണേ. പരിശുദ്ധാത്മാവ് വന്നിട്ട് വേണം ഇനി, ആദ്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞല്ലോ ഒന്നാമത്തെ ചരിത്രം സ്വർഗാരോഹണത്തോടുകൂടി തീർന്നു. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് ലേഖനങ്ങളിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഓരോ കാര്യങ്ങൾ പൗലോസ് സഭയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഇത് അറിയുന്നത്. അപ്പോൾ ഇവിടെ 53-54 കാലഘട്ടങ്ങളിൽ എഴുതിയ ഒന്നാം ലേഖനത്തിൽ, അതായത് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരു ചോദ്യം, ശിഷ്യൻ പൗലോസ് ഇപ്പോഴല്ലേ ഈ പരിപാടിക്ക് കൂടിയത്? ഇതിനു മുമ്പ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് അതല്ലല്ലോ. എന്തുവാ? രാജ്യത്തിൻ്റെ സുവിശേഷം. ഇപ്പം ഈ പൗലോസ് അപ്പോസ്തലൻ അങ്ങ് എന്തുകൊണ്ടാണ് ഇപ്പം ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൊണ്ട് വരുന്നത്? മറുപടി എന്ത് പറയുന്നറിയാവോ? അതെ, യഹൂദന്മാരുടെ കാലത്ത്, യഹൂദന്മാരുടെ ഇടപെടേണ്ടുന്ന കാലത്ത് അവരെ അറിയിപ്പാനായി അവരത് വിട്ടു. ഇപ്പം പയ്യെ അവരെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത്, ഇനി ഈ ജാതികളോടുള്ള സുവിശേഷം പറയേണ്ടത് എന്താണെന്ന് ആത്മാവ് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഒരാൾ ഫോണിലൂടെ പറഞ്ഞു, ശിശുസ്നാനം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായവാദം ഉന്നയിച്ചിട്ട് പറയുകയാണ്. പൗലോസ് പോലും പറഞ്ഞല്ലോ, സ്നാനം പ്രസംഗിക്കാനൊന്നുമല്ല സുവിശേഷം പറയാനാണ് എന്നെ വിളിച്ചെന്ന്.
ശരി തന്നെയാണ്. കാരണം ഈ AD 53, 54 കിട്ടിയ വെളിപ്പാടിൽ താൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം റോമർക്ക് ലേഖനം എഴുതുമ്പോൾ, അതായത് 4 വർഷം കഴിഞ്ഞ് റോമർക്ക് ലേഖനം എഴുതുമ്പോഴാണ് പറയുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ അടക്കത്തോടും പുനരുത്ഥാനത്തോടും മരണത്തോടും നമ്മൾ ഏകീഭവിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ എന്ത് വേണമെന്ന് പൗലോസിന് മനസ്സിലായി. അതിപ്പോഴാണ് മനസ്സിലായത്. ആത്മാവ് ഇപ്പോഴാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. എബ്രായത്തിൽ പറയും പോലെ പണ്ട് ഭാഗമായി വെളിപ്പെടുത്തി കൊടുത്തു, ഒന്നിച്ചുകൊണ്ട് കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ അവിടെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ അങ്ങനെ പറഞ്ഞു, എന്നെ സ്നാനം പ്രസംഗിക്കാനൊന്നുമല്ല വിട്ടത്, എന്നെ സ്നാനപ്പെടുത്താനൊന്നുമല്ല വിട്ടത്, സുവിശേഷം പറയാനാ. എന്നാൽ സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ പീലിപ്പോസ് ഷണനോട് ആ ഭാഗം നമ്മൾ വായിച്ചു വരിക. അങ്ങനെ തേരിനോട് ചേർന്ന് നടന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു തുടങ്ങി. എന്തു സുവിശേഷം അതാണ് പറഞ്ഞെന്ന് പറയാം? രാജ്യത്തിൻ്റെ സുവിശേഷം അല്ലെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം അല്ല കേട്ടോ. പീലിപ്പോസിന് ഇപ്പോഴേ കാര്യം മനസ്സിലായി. ആത്മാവ് എടുത്തുകൊണ്ട് പോയപ്പോഴേ കാര്യം മനസ്സിലായേ. ആദ്യം പീലിപ്പോസിനെ ജനം പരിചയപ്പെടുത്തിയതാണ് ദൈവരാജ്യം പ്രസംഗിച്ച പീലിപ്പോസ് എന്ന്. 2, ഇനി അതല്ല എങ്കിൽ പോലും വെളിപ്പാട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോസ്തലന്മാരുടെ ആരംഭ കാലഘട്ടം പ്രാരംഭത്തിലാണല്ലോ നമ്മളത് വായിച്ചത്. എന്നാൽ ഇവിടെ ആത്മാവ് തന്നെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഷണ്ണനോട് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. മനസ്സിലായോ? ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തവർ കൃപയുടെ സുവിശേഷം പറയും, അത് വെളിപ്പെട്ട് കിട്ടാത്തവർ രാജ്യത്തിൻ്റെ സുവിശേഷം പറയും. അത്രയും വ്യത്യാസമുള്ള പീലിപ്പോസിനോട് സംബന്ധിച്ച് ഇപ്പോൾ ഈ 2 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായില്ല. ആദ്യം നമ്മൾ വായിച്ചില്ലേ, അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് വെളിപ്പെട്ട് കിട്ടാതിരുന്നത് കൊണ്ട് താൻ അത് പറഞ്ഞു നടന്നു. കിട്ടിയവർ രക്ഷയുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷം, സമാധാനത്തിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു നടക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു തുടങ്ങി. കുറച്ച് കണ്ടുപോയി വെള്ളമുള്ള സ്ഥലം കണ്ടപ്പോൾ പീലിപ്പോസ് പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനം എടുക്കുന്നതിന് എന്താ? ഒരൊറ്റ ചോദ്യം, ഷണ്ണ ഈ സ്നാനത്തെക്കുറിച്ച് ആരാ പറഞ്ഞേ? അപ്പോൾ ഈ സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അതും വെച്ചുകൊണ്ടാണ് ഈ പള്ളിപ്പോക്കും ഈ തേരയിരുന്നുള്ള വായന. ബൈബിള് താഴെ വയ്ക്കുന്നില്ല, ഇച്ചിരി സമയം കിട്ടി അവിടെ ഇരുന്നുള്ള വായനയാണ്. സംഭവം മനസ്സിലായി, ഗൗരവം മനസ്സിലായോ? ഉപവാസത്തിന് ഒരു കുറവുമില്ല, വെള്ളിയാഴ്ച ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം കുറവുണ്ട്. സ്നാനം ഇല്ലാതെ ഒന്ന് പോകാമെന്ന് ഞാൻ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ സ്നാനത്തെക്കുറിച്ചും പറഞ്ഞു. കാരണം ഇവർ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അടക്കിയിട്ടുണ്ട് പോയ അവിടെ കൊണ്ട് തീർന്ന ക്രിസ്തുവിനെയല്ല. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തീർന്ന് വെയിലും മഞ്ഞും മഴയും കൊണ്ട് തീർന്നു പോയ ഒരു ക്രിസ്തുവിനെയല്ല, അവിടുന്ന് അടക്കിയ ഒരു ക്രിസ്തു, അടക്കപ്പെട്ട ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മരിച്ച ക്രിസ്തു, അടക്കപ്പെട്ട ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2:36 ഞാൻ പറയാറുള്ള ഒരു വാക്യമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ക്രിസ്തു ഇപ്പോൾ ആയോ എന്നൊരു ചോദ്യം വരും. ഇത് നമ്മൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ആ പേരാണ്ട് പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ പഠനമൊക്കെ വേറെ അറിയാവുന്നതാണല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ചുമ്മാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രമല്ല, ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് തന്നെയാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ അവരോട് ഏകീഭവിക്കണം. എങ്ങനെ? മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും 3 കാര്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ പാപസംബന്ധമായി മരിക്കണം. എങ്ങനെ മരിക്കണം? വിശ്വസിച്ച് എനിക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന്, ഞാൻ പാപിയാണെന്നെല്ലാം വിശ്വസിച്ച് അത് ഏറ്റു പറയണം. ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം സ്നാനപ്പെട്ടു, എന്നിട്ട് ഞാനോട് വിശ്വസിച്ചു. പക്ഷെ വചനം പറയുന്നത് മരണം, പിന്നെ അടക്കം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ പാപസംബന്ധമായി മരിച്ച് വെള്ളത്തിൽ നിമജ്ജനം ചെയ്തു, പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിലുള്ള സ്നാനം വെള്ളത്താലുള്ള സ്നാനമല്ലെന്ന് പറയുന്ന വേറെ കുറേ വിരുദ്ധന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നതിനോട് ഏകീഭവിക്കുന്നത് എങ്ങനെയാണ്? സ്നാനം കൊണ്ട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഏകീഭവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പറയുകയാണ് ഞാൻ ആദ്യം സ്നാനപ്പെട്ടു, ഇനി ഞാൻ വിശ്വസിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആദ്യം കൊണ്ട് കുഴിച്ചിടണം, പിന്നെ മരിച്ചാൽ മതി. ആദ്യം അങ്ങോട്ട് കുഴിച്ചിടണം, എന്നിട്ട് മരിച്ചാൽ മതി. ഇവിടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്നാനത്തിനെതിരെ നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഒന്ന്, ഈ മരിച്ചവരെ കുഴിച്ചിടുന്നൊരു പ്രക്രിയ സ്നാനം. മരിച്ചവരെ കുഴിച്ചിടാതിരിക്കാൻ പറ്റത്തില്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമാണ്.
മരിച്ചോ കുഴിച്ചിടണം. 2, ഈ കല്യാണത്തിലേക്ക് വേണ്ടി സ്നാനപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. കല്യാണം അടുത്ത് പെണ്ണും വീട്ടുകാർ ചോദിച്ച് ചെറുക്കൻ സ്നാനപ്പെട്ടു, അപ്പോൾ അതിന് മറുപടി കൊടുക്കണമല്ലോ. അതിനു വേണ്ടി സ്നാനപ്പെടുന്നതുകൊണ്ട് ഞാൻ പറയണം, അവരോട് ഞാൻ ഒരു കാര്യം പറയാം. മരിക്കാത്തവരെ കുഴിച്ചിട്ടാൽ കഠിന ശിക്ഷ. മരിച്ചവരെ കുഴിച്ചിടാതിരുന്നാൽ വേറെ ശിക്ഷ. മനസ്സിലാകുന്നുണ്ടല്ലോ? മരിച്ചവരെ കുഴിച്ചിടാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്താതിരുന്നാൽ അത് ശിക്ഷ. ഇനി മരിക്കാതെ കൊണ്ട് കുഴിച്ചിട്ടാൽ എന്ന് പറഞ്ഞാൽ വിശ്വാസമൊന്നുമില്ല, കല്യാണത്തിന് വേണ്ടിയുള്ള കല്യാണ സ്നാനമുണ്ടല്ലോ, ആ സ്നാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ പീലിപ്പോസ് യേശുവിനോട് തേരിനോട് ചേർന്ന് നടന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്നാനത്തിൻ്റെ വിവരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പീലിപ്പോസ് പറഞ്ഞത്, വെള്ളം നമുക്ക് സ്നാനം കേൾക്കുന്ന എന്താ കുഴപ്പമൊന്നും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ പീലിപ്പോസ് സുവിശേഷിച്ചത് എന്ത്? സ്വർഗ്ഗരാജ്യമോ അതോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചെങ്കിലേ അവൻ്റെ ക്രൂശ് മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. എങ്കിലും വരും കമൻറ്റ്, അതൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 22-ാം വചനത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പ്രസംഗിച്ച കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ വേണം ദൈവരാജ്യത്തിൽ കിടക്കാൻ. എൻ്റെ പൊന്നെ, ഞങ്ങളാരും ദൈവരാജ്യത്തിനെതിരല്ല, ഞങ്ങളെല്ലാം ദൈവരാജ്യത്തിൽ കാത്തിരിക്കുന്നവരാണ്. പക്ഷേ രാജ്യത്തിൻ്റെ സുവിശേഷമല്ല ഞങ്ങളിപ്പോൾ പറയുന്നത്. അത് കർത്താവിൻ്റെ വെളിപ്പാട് കിട്ടിയവർ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കും. ആ രാജ്യത്തിലുള്ള പ്രവേശനം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു രോഗം വന്ന് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ആ രോഗം എന്താണെന്ന് സ്ഥിരീകരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ആ രോഗം സൗഖ്യമാക്കാനുള്ള എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ നിർദ്ദേശങ്ങൾ പറഞ്ഞ് അതിനുള്ള മരുന്ന് കൊടുത്താണ് വിടുന്നത്. ഇവിടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് നടക്കുമല്ലോ വേണ്ടേ, ആ രാജ്യം അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് സുവിശേഷം. മനസ്സിലായോ? കമൻറ്റ് പോരട്ടെ. എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഉരുട്ടിച്ചട്ടി ശരിയാക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞല്ലോ, ഒരു അബദ്ധം പറഞ്ഞവൻ പിന്നെ അതൊന്ന് സാധൂകരിക്കാൻ വേണ്ടി 100 അബദ്ധങ്ങൾ പറഞ്ഞാലും സാധൂകരിക്കാൻ പോകുന്നില്ല, പക്ഷെ അബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മാത്രം. ഏതായാലും ചിലർക്ക് പറയുന്നത് എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അവർ ശ്രോതാക്കൾ, അങ്ങനെയുള്ള ശ്രോതാക്കൾ ഇനി കേട്ടോ നിങ്ങൾ, പക്ഷേ എനിക്ക് കാശ് അയച്ചു തരണ്ട, കേൾക്കുന്നതിന് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് രാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ശരിക്കൊന്ന് വായിച്ചു നോക്കുക. പൗലോസ് അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് അവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് സമ്പാദിച്ചു പോന്നു. അതെന്തിനാണെന്നറിയാമോ? ദൈവരാജ്യത്തെക്കുറിച്ച് പറയാനുള്ള കാരണം ഇവർ കാത്തിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ രാജാവാണ്, അതിൻ്റെ ഭരിക്കാനുള്ള ക്രിസ്തുവാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ മുഖ്യ ഭാഗവും യേശു തന്നെയാണ് ക്രിസ്തു എന്നവൻ പ്രസ്താവിച്ചു നടന്നു എന്നാണ് പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത്. യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പറയാൻ കാരണം, നമ്മളോടൊക്കെ പറയുമ്പോൾ യേശു തന്നെയാണ് രക്ഷകൻ, ജാതികളോട് പറയുമ്പോൾ യേശു തന്നെയാണ് രക്ഷകൻ, യഹൂദന്മാരോട് പറയുമ്പോൾ യേശു തന്നെയാണ് ക്രിസ്തു. വ്യത്യാസം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്നറിയാമോ? അവർ കാത്തിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജനനത്തിങ്കിലെ യഹൂദന്മാരുടെ രാജാവ് എന്തെന്ന് ചോദിച്ചു വന്നപ്പോൾ ഇവിടെ സകല ജനത്തിലുള്ള രക്ഷകനെക്കുറിച്ചാണ് ദൂതൻ പറഞ്ഞത്. വ്യത്യാസം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ ജനനം മുതലേ അതിൻ്റെ വ്യത്യാസം 2 ഭാഗമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് യഹൂദന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന രാജ്യമുണ്ടല്ലോ, അതായത് ആകാശ രാജാവിനോട് പറഞ്ഞല്ലോ, രാജ്യം യഥാസ്ഥാനത്ത് പെടുത്തി തരുമ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുക, അതാണ് അടയാളം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരിക്കുവാനുള്ള ക്രിസ്തു ഈ യേശു തന്നെയാണെന്ന് അവരോട് സ്ഥാപിച്ചു വന്നേ. ഇനി അതിൻ്റെ അപ്പുറമാണെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആരും പോരെ. സംവാദമല്ല, സംവാദത്തിന് എനിക്ക് താല്പര്യമില്ല. നമുക്ക് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കാനുള്ള ഒരു സ്നേഹ സംഭാഷണം. അതിനാണെങ്കിൽ ആര് ഷാജി സുഭാഷ് വന്നാലും കുഴപ്പമില്ല. കാരണം ദൈവം വളരെ വ്യക്തമായി ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എവിടെയെന്ന് അങ്ങ് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം മുതലുള്ള കാര്യങ്ങളെ ദൈവാത്മാവ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ വെളിപ്പെടുത്തുന്നുള്ള ഉറപ്പിലല്ല പറഞ്ഞാൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ പൗലോസ് പോയത് അവരോട് സമ്പാദിക്കാനാണ് പോയത്. സുവിശേഷം പറയാൻ, രാജ്യത്തിൻ്റെ സുവിശേഷം പറയാനല്ല പോയത്. ഉറപ്പായല്ലോ. അടുത്ത 20-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലാണ് പൗലോസ് പറയുന്നത്, എന്താ? ദൈവരാജ്യം പ്രസംഗിച്ച് കൊണ്ട് നടന്നവനായ ഞാൻ. ആരോട്?
ആരോട്? ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായല്ലോ. അവരുടെ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കുന്ന രാജ്യത്തെ ഭരിപ്പാനുള്ള മഷിക ഞാൻ പറയുന്ന ക്രിസ്തുവാണെന്ന്, ഞാൻ പറയുന്ന ഈ യേശുവാണെന്ന്. അതുകൊണ്ടാണ് യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു കൊണ്ടുപോകുന്നു. അപ്പോസ്തല പ്രവൃത്തി വായിക്കുക, അവിടെ എല്ലാം അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ 24-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. 20-ാം അധ്യായത്തിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് കൃപയുടെ സുവിശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃപയുടെ സുവിശേഷം മനസ്സിലായില്ല? കൃപയുടെ സുവിശേഷം. എന്താണ് കൃപ? നമുക്കറിയാം, അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് ദൈവം തന്ന ദാനം. അതായത് നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി നമുക്ക് യാതൊരു അർഹതയും ഇല്ലാതിരിക്കെ നമുക്ക് യേശുവിനെ തന്ന, തൻ്റെ ഏകജാതനായ പുത്രനെ തന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് കൃപ. അതിനെ സുവിശേഷീകരിക്കാനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യഹൂദന്മാരുടെ ഇടയ്ക്ക് തന്നെയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയ്ക്ക് തന്നെയാണോ ഈ രാജ്യം പ്രസംഗിക്കാൻ പോകുന്നത് ഞാൻ ചോദിച്ചല്ലോ. കാര്യം ഗൗരവം മനസ്സിലായല്ലോ. ശരി, ഇത് നമ്മൾ അതിൻ്റെ മറുപടിയിലേക്ക്, യഥാർത്ഥമായ എൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നത്. റെഫറൻസ് പറയാനാണെങ്കിൽ ധാരാളം പറയാനുണ്ട്, ഒറ്റ വാക്കിൽ പറയാം. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 13 പ്രസംഗങ്ങൾ ഞാൻ പരിശോധിച്ചു അപ്പോസ്തല പ്രവൃത്തിയിൽ. അവിടെയൊന്നും ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. തുടർന്നുള്ള ഇവരുടെ സുവിശേഷമെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്, സമാധാനത്തിൻ്റെ സുവിശേഷമാണ്, കൃപയുടെ സുവിശേഷമാണ് എന്ന് ധാരാളം വാക്യങ്ങളുണ്ട്. ധാരാളം വാക്യം തന്നെയുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് നടന്നത് ഞാൻ പറഞ്ഞല്ലോ. പ്രാരംഭഘട്ടത്തിൽ നിങ്ങൾ കണ്ടെങ്കിൽ അത് വെളിപ്പാട്, പരിശുദ്ധാത്മാവ്, പുതിയ നിയമസഭയ്ക്കുള്ള വെളിപ്പാട് താൻ പ്രാപിച്ച് എഴുതുന്നതിന് മുൻപ് അവിടെ പലതും നടന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് പൗലോസിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു നേർച്ച. അതൊക്കെ പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശം ലഭിക്കുന്നതിന് മുൻപുള്ള കാലമാണ്. ഇനി എനിക്ക് നമ്മുടെ തോമാച്ചാനോട് കാര്യം ചോദിക്കാനുള്ളത്, അങ്ങേക്കിപ്പോൾ കുറ്റബോധം തോന്നി. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങ് ആദ്യത്തെ സ്നാനമേറ്റത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ലേ? ശ്രദ്ധിക്കണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അങ്ങക്ക് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്നുള്ള ഒരൊറ്റ സ്ഥാനം ക്ലിക്കായിരുന്നൊരു കുഴപ്പമില്ല ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നല്ലോ. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു കാര്യം പറയുന്നത്, പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കത്തില്ല. ഇപ്പോൾ കുറ്റബോധം എവിടെ വരാൻ പോകണമെന്ന് നോക്കിക്കോണം. പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കത്തില്ല. അങ്ങ് സ്നാനപ്പെടുന്നതിന് മുമ്പ് പാസ്റ്ററൊന്നും ആയില്ലല്ലോ. ഇല്ല, സ്നാനപ്പെട്ടതിന് ശേഷമല്ലേ വിശ്വാസിയായിട്ട് പാസ്റ്ററായത്? എത്ര നാളെ സുവിശേഷ വേലയിൽ നിന്ന? എന്തൊക്കെ സഭയിലായിരുന്നു, അന്യഭാഷയൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങ് അന്യഭാഷ പറഞ്ഞിരുന്നോ? എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ, ഇത് ദൈവാത്മാവിലല്ല കേട്ടോ ഞാനിത് പറയുന്നത്, എന്തെങ്കിലും ഇടയ്ക്ക് പറഞ്ഞായിരുന്നോ? ഇവിടെ വന്ന് ഈ സ്നാനം ഏൽക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും പറഞ്ഞോ ഞാൻ പറയുന്നത് ദുരുപദേശമാണെന്ന്? സത്യവചനം എന്നുള്ള രീതിയിലല്ല പറഞ്ഞു നടന്നതും. അന്യഭാഷ പറഞ്ഞെങ്കിൽ അത് പറഞ്ഞതും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ അല്ലേ? ഇപ്പോൾ ഒറ്റ പ്രവൃത്തി കൊണ്ട് അത് മുഴുവൻ വ്യാജമാക്കി കഴിഞ്ഞപ്പോൾ അങ്ങ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമല്ലേ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നടത്തിയത്? ആര് ക്ഷമിക്കും? മറ്റേ കുറ്റബോധം ഇവിടെ വന്നൊരു സ്നാനമേറ്റപ്പം തീർന്നു. ഈ കുറ്റബോധം ഇപ്പോൾ അങ്ങ് ജനിച്ചെങ്കിൽ ഇതെവിടെ കൊണ്ടേ തീർക്കും? പരിഹാരം വല്ലതുമായോ? അങ്ങ് എത്ര പേരോട് വചനം പറഞ്ഞ് ആരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങ് ആരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് നാമത്തെ സ്നാനപ്പെടുത്തി? ഈ സുവിശേഷം പറഞ്ഞാണോ? ഇല്ല എങ്കിൽ അവരെയൊക്കെ തിരിച്ചെങ്ങനെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി ഇനിയും കൊണ്ടുവരുമോ? ഇല്ലെങ്കിൽ അങ്ങ് വ്യാജം കാണിച്ചത് ആ മൂന്നാമത്തെ പേരുണ്ടല്ലോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ലേ അന്നും സ്നാനമേറ്റേ? ആ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ആര് ക്ഷമിക്കും? ശരി, ഈ സ്നാനം കൊടുത്ത വ്യക്തിയോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ സ്നാനം ഏതായിരുന്നു? അന്നും ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളായിരുന്നു സ്നാനം തന്നത്? അത് സ്വയമായിട്ടുണ്ട് മുങ്ങാണ്. ഈ വെളിപ്പാട് ആദ്യത്തെ കാലം, ഇപ്പം ഈ വെളിപ്പാട് ആദ്യം കിട്ടുന്നത് അങ്ങേക്കാണല്ലോ ഷാജി പാസ്റ്ററെ, അങ്ങേക്കാണല്ലോ ആദ്യം കിട്ടുന്നത്. അപ്പം അങ്ങേ സ്നാനപ്പെടുത്തിയതാരാ? ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അല്ലേ? രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് നടന്ന ഒരാളാണോ അങ്ങേ സ്നാനപ്പെടുത്തിയത്? അല്ല. അങ്ങ് ഇതുപോലെ സ്നാനം ഏറ്റവും രണ്ടാമത് പോയി ആദ്യത്തെ സ്നാനം ഇപ്പം നമ്മുടെ ഈ തോമസ് അച്ചായനുണ്ടായ പോലെ ഒരു കുറ്റബോധം അങ്ങേക്ക് തോന്നിയായിരുന്നോ?
തോന്നിയെങ്കിൽ അയ്യോ എന്നെ സ്നാനപ്പെടുത്തിയ ആൾ അങ്ങനെ ഒരാളാണ്, എനിക്കതല്ല വേണ്ടേ, എനിക്ക് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളുടെ സ്നാനമാണ്, അത് തന്നെയല്ല യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നുള്ള സ്നാനമാണ് എനിക്ക് വേണ്ടത്. ഈ വെളിപ്പാട് ആദ്യം കിട്ടുന്നത് അങ്ങേക്കാണെങ്കിൽ എൻ്റെ ചോദ്യം, അങ്ങയെ സ്നാനപ്പെടുത്തിയത് ആര്? ഇത് ചെയ്യുന്നറിയോ? ഇതിൻ്റെ ഞാൻ ഒരു പക്ഷേ നിങ്ങൾ ചെയ്തത് ഇങ്ങനെയായിരിക്കാം, ഞാൻ വിവരിക്കാം. അങ്ങേക്ക് ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ അങ്ങ് ആദ്യം ഒരാളെ സ്നാനപ്പെടുത്തി, അതായത് രാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞ് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും പറഞ്ഞ് സ്നാനപ്പെടുത്തി. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് അതൊരു വെളിപ്പാടാണ്. അതെല്ലാവർക്കും തലമണ്ട കയർത്തൊന്നുമില്ല. ഒറ്റ വാക്കി പറയാം, ആ ദൈവത്തോടുള്ള സമത്വം വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഇതിൻ്റെ അവസാനം 2 കാര്യം വിവരിക്കുന്നുണ്ട്, അത് കേൾക്കുമ്പോൾ സംഭവം ക്ലിക്കാകും. അപ്പോൾ ആദ്യം അങ്ങ് ഒരാളെ സ്നാനപ്പെടുത്തി, എന്നിട്ട് അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ അതിന് യോഗ്യനായി, ഏതിനെ സ്നാനപ്പെടുത്താനായി, എന്നിട്ട് തിരിച്ച് സ്നാനപ്പെടുത്തി. ആണോ? നല്ല ഒക്കത്തുള്ളൂ, കാര്യമൊക്കത്തുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു ദൈവത്തിനെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നാനപ്പെട്ടത്. എന്തിനാണ് ദൈവത്തിനായത്? ദൈവമായിരുന്നവൻ എന്തിനാണ് ദൈവത്തിനായത്? ആർക്കു വേണ്ടി? ദൈവത്തോടുള്ള സമത്വം വിട്ടുകൊണ്ട് പോകുന്നത് ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി, മരിക്കാൻ. മരിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ സ്നാനം ഏൽക്കേണ്ടി വന്നത്, നമുക്ക് ഏൽക്കാനുള്ള അവകാശമുണ്ടായത്. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്നാനം ഏൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൂടെ ഉണ്ട്, അതും കൂടി മനസ്സിലാക്കിയില്ല. നമുക്ക് അവിടം വരെ ഉള്ളത് വെളിപ്പെട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊണ്ട് വെളിപ്പെട്ടതില്ല. അതിന് ഞാൻ വെളിപ്പാട് പുസ്തകം 2 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, 7-ാമത്തെ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നു. ശ്രദ്ധിക്കുക, കർത്താവിനും. ആരാണ് കർത്താവ്? പിതാവാം ദൈവം. അവൻ്റെ ക്രിസ്തു. അപ്പോൾ 2 പേരായല്ലോ അല്ലേ? ഈ 2 പേര് ഒരു രാജ്യത്തിൻ്റെ രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ 2 പേരും രാജാവെന്ന് വിളിക്കാമല്ലോ. ഇല്ലെങ്കിൽ ഒറ്റ പറഞ്ഞാൽ ലോകരാജ്യത്വം ദൈവത്തിനായി തീർന്നു ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ വിശദീകരണം കൊണ്ടുവരില്ല. കർത്താവിനായി തീർന്നു പറഞ്ഞാലും ഞാൻ കൊണ്ടുവരില്ല. കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നു. അപ്പോൾ 2 പേരാണെന്നുള്ള ഭാഷാപ്രയത്നം മനസ്സിലായല്ലോ. അതെങ്ങനെ ഒരു രാജ്യത്തിന് 2 രാജാക്കന്മാർ വന്നാൽ അതിലൊരാൾ കൂടിയവനും ഒരാൾ കുറഞ്ഞവനെന്ന് പറയാൻ പറ്റുമോ? ബഹുവചനം, രാജാക്കന്മാരെന്ന് പറഞ്ഞ് ബഹുവചനത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തെളിവ് കൊണ്ടുവരും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇറക്കുന്നില്ല, അത് വേറൊരു എപ്പിസോഡായിട്ടൊരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ലോകരാജ്യത്വം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് മോദിയോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എന്നും പറഞ്ഞ ഒരാൾ വന്നാൽ, ഉപപ്രധാനമന്ത്രിയല്ല പ്രധാനമന്ത്രിയായിട്ടൊരാൾ വന്നാൽ ഇന്ത്യ ഭരിക്കാൻ ഒരാളും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും തുല്യാവകാശമായില്ലേ? അതുപോലെ നമ്മളൊന്ന് സങ്കല്പിച്ച്, ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നു. അടുത്ത 2ാമത്തെ ചിന്ത 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനത്തിൽ വരുമ്പോൾ, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമായി തീർന്നു. ആദ്യത്തിൽ കർത്താവും അവൻ്റെ ക്രിസ്തുവും രാജാവ്, ഇപ്പോൾ കർത്താവും കുഞ്ഞാടും മന്ദിരം. 2 പേരും തുല്യമാണ്. ഒരാൾ വലിയ മന്ദിരം, ഒരാൾ ചെറിയ മന്ദിരമൊന്നും അല്ലല്ലോ. അല്ല. അടുത്തത് 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. 2 പേർക്കും കൂടി ഒരു സിംഹാസനം അല്ല കേട്ടോ, 2 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയൊന്നുമല്ല. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, പുത്രനോടോ, എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം. ആരാ വിളിച്ചത്? പിതാവാം ദൈവം. ആരെ വിളിച്ചു? പുത്രനായ യേശു ക്രിസ്തുവിനെ. എന്തോന്ന് വിളിച്ചു? ദൈവമേ. എന്നിട്ട് പറയുന്നു നിന്റെ സിംഹാസനം. അപ്പം ആരുടെയാ? ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട്. അത് വെളിപ്പാട് 5-ലും 7-ന്റെ 10-ലും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സിംഹാസനം. ഇത് നിന്റെ സിംഹാസനം. ഇതെന്തിനാ? ഇത് എവിടെ ഇട്ടിരിക്കാനാണ് ഈ സിംഹാസനം? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. 22-ാം അധ്യായത്തിലാണ് സ്വർഗത്തിൻ്റെ കാര്യം പറയുന്നത്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയല്ല എന്നുള്ള തെളിവാണ് എബ്രായ ലേഖനം 1-ന്റെ 8 പറഞ്ഞത്. മനസ്സിലാക്കണം. ഇനി എൻ്റെ ചോദ്യം, ഈ സിംഹാസനത്തിന് മുൻപിൽ വന്ന് മുഴങ്കാലം മടക്കിയിട്ട് ആരാധിക്കുമ്പോൾ
പിതാവേ, ഇത് അങ്ങേക്ക് മാത്രമുള്ള ആരാധനയാട്ടോ. ഇപ്പറേ ഒരു അസിസ്റ്റൻ്റ് ദൈവം ഇരിപ്പുണ്ടല്ലോ, ഒരു കുട്ടി ദൈവം, അങ്ങേക്കുള്ളതല്ല കേട്ടോ. ഇങ്ങോട്ടാണെന്ന് പറയുമോ? നിങ്ങൾ പറയുമോ? ഇപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവങ്ങളിലേക്ക് കയറുന്നത്. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിങ്ങളിപ്പോൾ പുതിയ സഭയുണ്ടാക്കാൻ വേണ്ടി, പുതിയ ഉപദേശം ഉണ്ടാക്കാൻ വേണ്ടി, പുതിയ തിയോളജിന എന്നുള്ള പേരുണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം കാട്ടിക്കുട്ടിയാലും അവിടെ വന്നാൽ അന്ന് എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങിയിട്ട് എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. കർത്താവെന്ന്, എന്തുവാ കർത്താവെന്ന്? കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും. ഇപ്പം കർത്താവെന്ന് വിളിച്ചത് ആരെ? പിതാവാൻ ദൈവത്തെ. അവൻ്റെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു. അതേ കർത്താവ് എന്നുള്ള പദം ആരെ ഉപയോഗിക്കേണ്ടി വരും? ആരെ വിളിക്കേണ്ടി വരും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? വിളിക്കേണ്ടി വരും എന്നുള്ള ഭാഷാപ്രയോഗത്തിന് ഞാൻ മുന്നമേ വിശദീകരണം തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് ആരെ വിളിക്കേണ്ടി വരും? അവിടെ വന്നാൽ മുഴങ്കാലം മടക്കിയാൽ നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വിളിക്കേണ്ടി വരും എങ്കിൽ അതേ പദം തന്നെയാണ് ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ വിശദീകരിക്കാം. ലോകരാജ്യത്വം കർത്താവിനെന്ന് പറയുമ്പോൾ പിതാവാൻ ദൈവം, ഇവിടെ പറയുന്നത് അവൻ്റെ ക്രിസ്തു. അപ്പോൾ ഇച്ചിരി കുറഞ്ഞല്ലോ, ഇച്ചിരി ലെവൽ കുറഞ്ഞല്ലോ. പക്ഷേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശുവിനെ കുഞ്ഞാടേന്ന് വിളിക്കേണ്ടി വരുമെന്നല്ല, യേശുവിനെ ദൈവപുത്രനെന്ന് വിളിക്കുന്ന വരുമെന്നല്ല, യേശുവിനെ ക്രിസ്തുവെന്ന് വിളിക്കേണ്ടി വരുമെന്നല്ല, പിന്നെ യേശുവിനെ കർത്താവെന്ന് വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന് ഏത് പദമാണോ ഉപയോഗിച്ചത് അത് തന്നെ കുഞ്ഞാടിനെയും വിളിക്കേണ്ടി വരുമെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ വരുമ്പോൾ നിങ്ങൾ ആരെയായി കണ്ണിൽ പൊടിയിട്ട് മയക്കാൻ നോക്കുന്നേ? വചനം പഠിച്ചവരെയോ? അപ്പോൾ ഇപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ സിംഹാസനത്തിൽ മുമ്പ് ഇരുന്നുകൊണ്ട് നിങ്ങൾ ആരാധിക്കുമ്പോൾ ഇത് പിതാവിനുള്ളതാട്ടോ, പുത്ര അങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ടെന്ന് പറയുമോ? നിങ്ങൾ പറയുമോ? അവിടെ ഇത് ചെയ്യേണ്ടി വരിക, പിന്നെ ഇവിടെ അതുകൊണ്ട് അംഗീകരിക്കുന്നത് എന്താ കുഴപ്പം? ഇപ്പോഴത്തെ സംഭാഷണം വേണ്ടി ഇതാണ്, യേശു ദൈവമല്ല കേട്ടോ, യേശു ദൈവമല്ല, ദൈവത്തരണ. ഇവിടെ ചെന്നാലും ഇവിടെ മുഴങ്ങാനുള്ളൂ. ഇപ്പം ആരെ ഫോൺ വിളിച്ചില്ല, SVJ മിനിസ്ട്രിയിൽ ആരെ ഫോൺ വിളിച്ചാലും ഒറ്റ വാക്യം പറയാനുള്ളൂ, വിശേഷമൊന്നുമല്ല ചോദ്യം. യേശു ദൈവത്തരണ കേട്ടോ, ദൈവമൊന്നും അല്ല കേട്ടോ. നീ ഇത് പറഞ്ഞിരുന്നു സഹോദര, പക്ഷേ അവിടെ ചെല്ലാൻ അവസരം കിട്ടിയാൽ, അന്ന് മുഴങ്കാൽ അവിടെ മടക്കാൻ അവസരം കിട്ടിയാൽ പറയേണ്ടി വരും യേശു കർത്താവാണെന്ന്. അപ്പോൾ അവിടെ വെച്ച് പറയേണ്ടി വരും എന്നുള്ള പ്രയോഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിലും ഭേദം ഇപ്പം തന്നെ അവിടെ സമ്മതിക്കുന്നില്ല നല്ലത്. നമുക്ക് വേണ്ടി ആ പദവി വെച്ചിട്ട് ഇവിടെ രക്ഷകനായിട്ട് ഇറങ്ങി വന്നു, ഇപ്പോൾ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് സേവനം ചെയ്യുന്നു. ഇനി നമ്മളുടെ ആരാകും? നമ്മുടെ മണവാളനാകും, ഇസ്രായേലിൻ്റെ രാജാവാകും. ഇതെല്ലാം കഴിയുമ്പോൾ എന്താകും? 7-ാം കാഹളം ഊതുമ്പോൾ ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീരുമ്പോൾ നിങ്ങൾ പറയുന്നതിനകത്ത് ആരാ വരുന്നത്? ഇവിടെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ യേശു മനുഷ്യനായി നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാന്ന് പറഞ്ഞു. മനസ്സിലായോ? അതിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാ. എന്ത്? എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഞാനത് മനസ്സിലാകാത്തവർക്കൊരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം പറയാം. ഒരു വീട്ടിലെ പിതാവിൻ്റെ പേര് തോമസ്, മകൻ്റെ പേര് സേവിയർ. അപ്പോൾ സേവിയറിൻ്റെ അച്ഛൻ്റെ പേരിന് തോമസ്, ഓർത്തിരുന്നുണ്ടോ? സേവിയറിൻ്റെ അച്ഛൻ്റെ പേരിന് തോമസ്. അപ്പോൾ ഈ സേവിയർ എന്ന് പറയുന്ന മനുഷ്യൻ താൻ പോയി തിയോളജിയൊക്കെ പഠിച്ച് കത്തോലിക്ക പള്ളിയിൽ ഒരു പുരോഹിതനായിട്ട് വന്നു. പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. തോമസ് എന്ന് പറയുന്ന അച്ഛൻ്റെ മുമ്പിൽ സേവിയർ മകനായിട്ട് നിൽക്കുകയാണ്. തനിക്ക് ഓർഡിനേഷനൊക്കെ കിട്ടി, താൻ പുരോഹിതനായി. ഞായറാഴ്ച പള്ളി ചെന്നപ്പോൾ തോമസ് അച്ചായൻ മകനായ സേവിയറിനെ വിളിച്ച് എന്താണെന്നറിയാമോ? അച്ഛൻ. മലയാളത്തിലൊരു പക്ഷേങ്കിൽ നമുക്ക് അക്ഷരം എഴുതുമ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് എന്തോന്ന് പറയുന്നത്, രണ്ടും ഫാദർ തന്നെയല്ലേ. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തോമസ് ഫാദറായി, സേവിയർ ആരായി? സേവിയർ ആരായി? പള്ളി ചെന്നപ്പോൾ സേവിയർ ആരായി? മനസ്സിലായോ? ഒരു കാര്യമുണ്ട്, പള്ളിയിൽ വെച്ച് അച്ഛ എന്ന് വിളിച്ചെന്ന് കരുതി അവരുടെ ജനനത്തെങ്കിൽ അച്ഛന് ഇദ്ദേഹമാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഏറ്റവും സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, എന്നതുപോലെ
ഇവിടെ മനുഷ്യനായി നിന്നുകൊണ്ട്, അതായത് സേവ്യർ എന്ന് പറയുന്ന അച്ഛൻ നടക്കുന്ന കർമ്മത്തിൻ്റെ കീഴിൽ ഒരു കർമ്മം ഏറ്റെടുക്കാൻ വന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് അച്ഛാന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ആ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ തോമസ് എന്ന അച്ഛനോട് അച്ഛൻ്റെ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ സേവ്യർ എന്നല്ല പറയുന്നത്. അപ്പോൾ ആശയം മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ. ദൈവത്തോട് സമത്വം വിട്ട് ഭൂമിയിലേക്ക് വന്ന മനുഷ്യനായി യേശു പിതാവേ എന്ന് വിളിച്ചു. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാന്ന് പറഞ്ഞു. പക്ഷെ ആ സമത്വം വിട്ടിട്ട് വന്നു. ആ സമത്വം തിരിച്ചു കിട്ടുമ്പോൾ ആരാ? രണ്ടുപേരും ലോകരാജ്യത്വം വന്നപ്പോൾ രണ്ടുപേരും രാജാവായി. രണ്ടുപേർക്കും സിംഹാസനമുണ്ട്. രണ്ടുപേരും സിംഹാസനത്തിരിക്കുന്നു. രണ്ടുപേരും അവരുടെ മന്ദിരമായി തീർന്നു. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇനിയും പോരട്ടെ, കമൻറ്റ് ഇതുപോലെ പോരട്ടെ, വീഡിയോ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. എന്തിനറിയാമോ? നിങ്ങളെ ആരെയും ഇത് ഗ്രഹിപ്പിച്ച് നേരെയാക്കാനല്ല. ഇനി ഇതിനകത്ത് ആരും പെട്ടുപോകരുത്. കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ വീണ്ടും ഇതുപോലുള്ള കമൻറ്റുകൾ വന്നാൽ അടുത്ത വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല എങ്കിൽ പുതിയ ഒരു ആശയമായിട്ട് നമ്മൾ കൂടിക്കാണുന്നത് വരെ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.